മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം ആംബുലൻസിൽ സൂക്ഷിച്ച സംഭവം അന്വേഷിച്ച ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ വയനാട് ASPയുടെ നിർദ്ദേശം വന്നു. മൃതദേഹം കൈമാറിയതും സൂക്ഷിച്ചതും നിയമപരമായിട്ടാണോ എന്നും അന്വേഷിക്കും. BJP നൽകിയ പരാതിയിലാണ് ഈ അന്വേഷണം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. മോഗം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. മോഗം കാപ്ചു എപ്പോസ് കോഗ്ന എന്നാണ് ഇവരുടെ പേര്. കാമറൂൺ സ്വദേശിയാണ്. 48 വയസ്സാണ് പ്രായം. 2 മാസം മുമ്പാണ് ആയുർവേദ ചികിത്സയ്ക്കായി വയനാട്ടിലേക്ക് എത്തിയത്. വയനാട്ടിലെ പാൽവെളിച്ചം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യോഗ വില്ല എന്ന് പറയുന്ന സ്ഥാപനത്തിൽ, ആയുർവേദ സ്ഥാപനമാണ്, അവിടെയാണ് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത്. ആ ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസറിനുള്ള ചികിത്സയായിരുന്നു. ക്യാൻസർ രോഗബാധിതയായിരുന്നു. 4th സ്റ്റേജ് ആയിരുന്നു. അവർ കഴിഞ്ഞ 20-ാം തീയതിയാണ് ഇവർ മരിക്കുന്നത്. അതിനുശേഷം ഈ സഹോദരിക്കൊപ്പമാണ് ഇവരെത്തിയത്. അതിനുശേഷം പോലീസിൻ്റെ NOCയും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും പ്രകാരം ഈ മൃതദേഹം എംബാം ചെയ്യാനാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അത് 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ ഒരു സ്വകാര്യ ആംബുലൻസ് ഡ്രൈവറുടെ ഷെഡിനോട് ചേർന്നുള്ള ഫ്രീസറിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് പരാതിക്ക് ആധാരം. ഇത് നിയമവിരുദ്ധമാണോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് BJPയാണ് പരാതി നൽകിയത്. ഇത് ദുരൂഹതയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJP നേതൃത്വമാണ്, യുവമോർച്ച നേതൃത്വമാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ASP അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. SIയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നീക്കം. ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി വന്നതെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളും നിലവിലുണ്ട്. എന്തായാലും മരണവുമായി ബന്ധപ്പെട്ട്, മരണം സംഭവിച്ചിരിക്കുന്നത് ഈ ക്യാൻസർ ബാധയെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ വീട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പരാതിയും നൽകിയിട്ടില്ല. ഈ സഹോദരി അടക്കം പരാതി നൽകിയിട്ടില്ല. മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇതിൽ മറ്റ് ദുരൂഹതകളില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. ഇനി എന്താണ് ഈ മൃതദേഹം സൂക്ഷിച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. SK.